എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ജർമ്മ 66നെ കാണിക്കും. അവരെല്ലാവരും ആ ഐലാൻഡിലേക്ക് വന്ന് ആ യെല്ലോ ടീമിനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഓപ്പണന്റ് ടീമിനെ അറ്റാക്ക് ചെയ്യാണ്. ആക്ച്വലി ആ യെല്ലോ ടീം അവർ തോൽവിയുടെ വക്കിലെത്തിയതാണ്. പക്ഷേ ഇവരവിടേക്ക് വന്ന് അവർക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് ഇവിടെയുള്ള എല്ലാവരെയും മണിക്കൂറുകൾ കൊണ്ട് തോൽപ്പിച്ച് അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും മരിക്കാത്ത ഒരാള് ഫുൾ കലിപ്പില് അവരുടെ നേർക്ക് വരിക. ആദ്യമായിട്ടാണ് ഒരു ടീം ഞങ്ങളെ തോൽപ്പിക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ കിങ് ആണ്. എന്റെ വൈഫിനെയും കുഞ്ഞിനെയും ഒരല്പം പോലും കാരുണ്യം കാണിക്കാതെ നിങ്ങൾ കൊന്നു കളഞ്ഞെന്ന് പറയും. അത് കേട്ട് അവർ വീണ്ടും അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യും. അപ്പോൾ വേറൊരുത്തം വന്ന് ആ ബുള്ളറ്റ് അവന്റെ ബോഡിയിലേക്ക് കൊള്ളുകയാണ്. ജെറമിയ 66നാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും ടെൻഷനൊക്കെ ആവും. കാരണം അവർ ആദ്യമായിട്ടാണ് ഒരു മിഷൻ ഏറ്റെടുത്ത് ഇത്രയും ടൈം അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. 4 മണിക്കൂർ എടുത്തു അവർക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 2 വർഷമായിട്ട് നീണ്ടു നിന്ന ഫൈറ്റ് അത് ജർമ്മൻ 66 ടീം 4 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചു. അവരാണെങ്കിൽ അവരുടെ കമ്മീഷനൊക്കെ വാങ്ങി അങ്ങനെ അവിടുന്ന് കടന്നു പോവാണ്. ആ യെല്ലോ ടീമിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇവർ തക്ക സമയത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഫൈറ്റിൽ ജയിച്ചതെന്ന് പറഞ്ഞ് ആ കപ്പടാ മീശക്കാരൻ കരയാനായിട്ട് തുടങ്ങും. അതേസമയം ആ ജർമ്മയ 66 ടീം അവരാണെങ്കിൽ ഇപ്പൊ ഭയങ്കര തിരക്കിലാണ്. കാരണം അവരുടെ ബ്രദർ സാഞ്ചിയുടെ കല്യാണം അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അവരാണെങ്കിൽ ഇപ്പോ ജർമ്മയ 66ന്റെ പേരൊക്കെ വിളിച്ച് അങ്ങനെ ജയ് വിളിക്കുകയാണ്. ഈ ബ്ലൂ കളറിലും വൈറ്റ് കളറിലും ഉള്ളവരാണ് സാഞ്ചിയുടെ 2 ബ്രദേഴ്സ്. മറ്റേ പെൺകുട്ടി അവള് സാഞ്ചിയുടെ സിസ്റ്ററും. അവരാണെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ സാഞ്ചി വന്നതറിഞ്ഞ് അവനെ കാണാൻ അവിടേക്ക് പോകും. അതേസമയം ലൂഫിയൻ ടീം അവർ ആ കപ്പൽ മുഴുവൻ അരിച്ചു പെറുക്കും. പെപ്പോംസിനെ ആ കപ്പലിൽ കാണാനില്ല. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവൾ തന്ന മാപ്പ് അതനുസരിച്ച് ആദ്യം നമുക്ക് സാഞ്ചിയെ കണ്ടെത്താന്ന് പറഞ്ഞ് അവർ ആ മാപ്പിന്റെ സഹായത്താൽ ഇപ്പോ ഓൾ കേക്ക് ഐലാൻഡിലേക്ക് പോകും. ലൂഫിക്കാണെങ്കിൽ പെപ്പോംസിനെ ഓർത്ത് ഒരല്പം ടെൻഷൻ ഉണ്ടാവും. അതിന് പെട്രോ പറയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവന് നല്ല പവറുണ്ട്, അവനെ ആർക്കും അത്ര വേഗത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇവിടെ നാമി ആ മാപ്പ് നോക്കും. അതൊരു പെർഫെക്റ്റ് മാപ്പാണ്. അതുപയോഗിച്ച് ആ ചുന്ദരി പെണ്ണ് അവൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഹോൾ കേക്ക് ഐലാൻഡിൽ എത്താൻ കഴിയുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട്. അതേസമയം ചോപ്പറും ക്യാരറ്റും അവർ രണ്ടുപേരും പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് കടന്നു പോവാണ്. അപ്പോഴായിരിക്കും അവർ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ജാമൊക്കെ ഫില്ലായിട്ടുള്ള ഒരു അടിപൊളി ഐലാൻഡ് കാണുക. അവർക്കാണെങ്കിൽ ആ ജാമിന്റെ സ്മെല്ല് ചെയ്ത് അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം ആ സ്മെല്ല് അവരെ വല്ലാതെ ആകർഷിക്കുകയാണ്. പക്ഷെ നാമി ഒരിക്കലും ആ ഐലാൻഡിലേക്ക് കപ്പൽ അടുപ്പിക്കില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. ലൂഫി അവന്റെ മനസ്സ് കല്ലാക്കി നമ്മുടെ ആൾക്കാരോട് പറയും നമ്മുടെ ലക്ഷ്യം സാഞ്ചി മാത്രമാണ്, അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കി എന്തിനെങ്കിലും ശ്രദ്ധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവനിപ്പോ വമ്പ സ്പീഡിൽ കപ്പലങ്ങനെ ടേൺ ചെയ്ത് കൊണ്ടുപോകും. ആക്ച്വലി ആ കടലിനടിയിൽ സർവൈലൻസിനായിട്ട് ഒരുപാട് വസ്തുക്കളുണ്ട്. അതിലെന്തിലെങ്കിലും നമ്മുടെ ആൾക്കാരുടെ കപ്പല് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ ബിഗ് മോമിന് സിഗ്നൽസ് പോവും. ബ്രൂക്ക് ആണെങ്കിൽ ലൂഫിയോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് സ്റ്റിയറിംഗ് അവൻ വാങ്ങി കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതിന് ലൂഫി അവൻ നാമിയോട് പറയും ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അത് ഞാൻ ഉണ്ടാക്കി തരാം. നാമി ഫുൾ കലിപ്പില് 2 കൈയും ചേർത്ത് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കും. കിച്ചണിൽ നീ കാല് വെച്ച ആ കാല് ഞാൻ വെട്ടും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പെട്രോയെ കാണിക്കും. ആളാണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആണെങ്കിൽ പെട്രോയോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവളിപ്പോ ബൈനോക്കുലർ വാങ്ങി ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങും. ഒരല്പം ദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ കടലിലെ വെള്ളം അതങ്ങനെ ചേഞ്ച് ആവുന്നതായിട്ട് അവർ കാണും. പെട്രോ പറയും നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഒരു ജ്യൂസ് ഐലാൻഡ് ആണ്, ആ കടലിൽ കാണുന്ന ഒക്കെ ജ്യൂസ് ആണ്, സോ ധൈര്യമായിട്ട് അത് കുടിക്കാം. ഉടനെ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ പെട്രോയുടെ മേലെ ഡൗട്ട് തോന്നും. സത്യം പറയും, നീ ഇതിനു മുൻപ് ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഈ ഐലാൻഡിനെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം. ഓൾറെഡി ആരോ ഒരാൾ ഐലാൻഡിൽ വെച്ച് നിന്നെ തിരിച്ചറിഞ്ഞതാണ്. അതിന് പെട്രോ പറയും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇതിനു മുൻപും ഈ ഐലാൻഡിൽ വന്നിട്ടുണ്ട്. അവന്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അത് പറയുന്ന കറക്റ്റ് സമയം കറുത്ത് എന്തോ ഒന്ന് നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് നേരെ അങ്ങനെ ചാടിത്തുള്ളി വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കും. വളരെ ലെങ്തി ആയിട്ട് ഒരു സീ മോൺസ്റ്റർ ആണത്. അതാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ തന്നെ ഫോളോ ചെയ്ത് അങ്ങനെ സ്പീഡിൽ വരും. അപ്പോഴായിരിക്കും പെട്രോ പറയാ അതൊരു സീ മോൺസ്റ്റർ ആണ്. കടലിലൂടെ എന്ത് പോയാലും അതതിനെ പിടിച്ചു തിന്നും. കപ്പലാണെങ്കിലും ബോട്ടാണെങ്കിലും എന്താണെങ്കിലും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേട്ട് ജീവൻ പോവും. കാരണം വളരെ ലേറ്റ് ആയിട്ടാണ് ഈ കാര്യം പെട്രോ ഇപ്പൊ അവരോട് പറയുന്നത്. ആ മോൺസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ ചേറി പാഞ്ഞു വരികയാണ്. അത് കണ്ട ബ്രൂക്കും ലൂഫിയും ട്രോയും അവർ 3 പേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അത് ക്ലോസ് എത്തേണ്ട താമസം ലൂഫി അവന്റെ ഗൺ പിസ്റ്റൾ പവർ ഉപയോഗിച്ച് അച്ചറം പൊച്ചറം ഇട്ടിച്ച് അതിനെ തകർത്ത് താഴെയിടുകയാണ്. ബ്രൂക്കിനാണെങ്കിൽ ഭയങ്കര വിഷമം. അവന്റെ പെർഫോമൻസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ അതിന്റെ കാറ്റ് പോയതിൽ. അങ്ങനെ നമ്മുടെ ആൾക്കാർ നമ്മുടെ യാത്ര അത് മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും അടുത്തതായിട്ട് വീണ്ടും
അതിന്റെ 10 മടങ്ങുള്ള വേറൊരു സീ മോൺസ്റ്റർ അവരുടെ മുൻപിലേക്ക് വരിക. അതിനെ കണ്ട് നമ്മുടെ ആൾക്കാർ ശരിക്കും ഒന്ന് പേടിച്ചു പോകും. ബ്രൂക്ക് ആണെങ്കിൽ അതിനെ കാണേണ്ട താമസം ഉള്ള കഴിവുകൂടെ പോക്കറ്റിലാക്കി അകത്തേക്ക് കയറി ഓടുകയാണ്. ലൂഫി എടുത്തു ചാടി തന്റെ ഗാറ്റ്ലിംഗ് പവറിൽ അച്ചറം പൊച്ചറം പഞ്ച് ചെയ്യും. പക്ഷെ അതിന് ഒരു പോറൽ പോലും ഏൽക്കില്ല. ഉടനെ നമ്മുടെ ആൾക്കാർ എല്ലാവരും ചേർന്ന് അതിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ അപ്പോഴേക്ക് ലൂഫി അവന്റെ ഹോക്കി പവർ അതുപയോഗിച്ച് സ്ട്രോങ് ആയിട്ട് അതിന്റെ ഷെല്ലിൽ ആഞ്ഞെട്ടിക്കും. അടുത്ത നിമിഷം അതും തവിടുപൊടിയായി കടലിലേക്ക് വീഴും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് വല്ലാത്തൊരു ആശ്വാസം. അവർ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. പക്ഷെ ക്യാരറ്റിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൾക്ക് പഞ്ച് ചെയ്യാൻ ഒരു അവസരം പോലും കൊടുക്കാതെ ലൂഫി ആ 2 മോൺസ്റ്റേഴ്സിനെയും ഒറ്റയ്ക്ക് അടിച്ച് താഴെയിട്ടു. പക്ഷെ ലൂഫി ആണെങ്കിൽ ആർത്തിയോട് കൂടെ ആ ചത്ത് കിടക്കുന്ന സീ മോൺസ്റ്റേഴ്സിനെ നോക്കി നിൽക്കുകയാണ്. കട്ട് ചെയ്ത ആ ഹോൾ കേക്ക് ഐലാൻഡില് ബിഗ് മോമിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഡെസേർട്ട് വേണം. അതിനുവേണ്ടി ഐലാൻഡ് മുഴുവൻ അങ്ങനെ ചവിട്ടി മെതിച്ച് ആ ഡെസേർട്ടിന് വേണ്ടി അങ്ങനെ ഓടി നടക്കുകയാണ്. ഷെഫുകൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ പരസ്പരം കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ നോക്കി നിൽക്കും. കാരണം ആ ഒരു ഡിഷ് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസും സമയമൊക്കെ ആവശ്യമാണ്. ഞൊടിയിടയിൽ അത് ചോദിച്ചാൽ ഒരിക്കലും അവർക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. പക്ഷെ കൊടുത്തിട്ടില്ല എങ്കിൽ ബിഗ് മോം അവരാരെയും വെറുതെ വിടില്ല. അവളുടെ തനി സ്വഭാവം അത് അവരെല്ലാവരും കാണും. ബിഗ് മോം ആണെങ്കിൽ നിർത്താതെ അവളുടെ കയ്യിൽ കിട്ടിയ ആളുകളെയും സാധനങ്ങളെയും ഒക്കെ തല്ലി തകർത്ത് ഓടി നടക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ചെടികള് മരങ്ങള് എല്ലാം തന്നെ ചവിട്ടി പറിച്ച് അവളുടെ കോട്ടയെ ലക്ഷ്യമാക്കിയായിരിക്കും പോവുക. വഴിയിലുള്ള ഓരോ ബിൽഡിങ്ങുകളും തകർത്ത് അതിൽ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു നോക്കി. ഇതിനൊന്നും ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അത് അച്ചറം പൊച്ചറം വലിച്ചെറിഞ്ഞ് മുൻപോട്ടേക്ക് പോകും. ഒരുപാട് പേര് ബിഗ് മോമിനോട് സംസാരിച്ച് അവളെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ എല്ലാവരും അതിൽ ഫെയിലാവും. ബിഗ് മോം എന്താഗ്രഹിച്ചോ അത് അവളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അവളുടെ ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ അടങ്ങൂ. അങ്ങനെ വന്നാൽ മാത്രമേ അവളെ കൺട്രോൾ ചെയ്യാനാവൂ. ഇൻ കേസ് അവൾ ആഗ്രഹിച്ച സാധനം അത് അവൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു യൂണിവേഴ്സ് തന്നെ അവൾ തകർത്ത് കളയും. ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി ബിഗ് മോമിനെ കണ്ട് പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ചെതറി ഓടുകയാണ്. അപ്പൊ അതേ സമയം ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒരാൾ അങ്ങനെ നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബിഗ് മോമിന്റെ 16ാമത്തെ മകൻ. അവനാണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും എങ്ങനെയെങ്കിലും അമ്മയെ തടയണമെന്ന്. അവനാണെങ്കിൽ കാഴ്ച കണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഷെഫുകളൊക്കെ എന്ത് ചെയ്യാണെന്ന് അവർ ചോദിക്കും. അതിന് വേറൊരുത്തം പറയും ഷെഫുകൾ എല്ലാവരും ആ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കൂടെ അവർക്കതിന് ആവശ്യമാണ്. ആ ഒരു ഡെസേർട്ട് അതുണ്ടാക്കി ഫസ്റ്റ് ബൈറ്റ് എടുത്താൽ മാത്രമേ ബിഗ് മോമിനെ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. സൂര്യനും മേഘവും ഒക്കെ തന്നെ അവളുടെ കൊലവെറിയിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവളെല്ലാം തല്ലി തകർത്ത് അവളുടെ കോട്ടയുടെ തൊട്ട് മുൻപിലെത്തും. അതിനുശേഷം വലിയ ഒച്ചത്തിൽ അവൾ നിലവിളിക്കുകയാണ്. എവിടെ എവിടെ ഞാൻ ചോദിച്ച എന്റെ ഡെസേർട്ട്. അവളുടെ ആ നിലവിളിയിൽ ആ ഐലാൻഡ് തന്നെ അങ്ങനെ കിടുങ്ങി വിറയ്ക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.